IPL ആദ്യ മത്സരം SRHും RCBയും തമ്മിൽ RCBൻ്റെ തട്ടകമായിട്ടുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ച് വൈകുന്നേരം 7:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തിൽ RCB കൃത്യമായിട്ട് നല്ലൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും RCBക്കില്ല. അവരുടെ ബാറ്റ്സ്മാൻമാരൊക്കെ സെറ്റാണ്. പിന്നെ ബോളേഴ്സിലുള്ള ചെറിയൊരു പരിക്ക് അത് ആശങ്കപ്പെടുത്താത്ത രീതിയിൽ തന്നെ RCB അത് കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ഇനി SRHിലേക്ക് വരികയാണെങ്കിൽ ട്രാവിസ് ഹെഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 300 മുകളിൽ സ്കോർ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ഡ്രീം തന്നെ. അപ്പോൾ അതിനു വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്നിരുന്നാൽ വെടിക്കെട്ട് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 2024 വേൾഡ് കപ്പിന് 2020 വേൾഡ് കപ്പിന് ശേഷമൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് സ്ട്രൈറ്റ് റേറ്റ് കണ്ടമാനം വർദ്ധിച്ചിട്ടുണ്ട്. അതായത് നേരത്തെയൊക്കെ ഒരു 130-150 സ്ട്രൈറ്റ് റേറ്റൊക്കെ ഒരു ആങ്കർ റോൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടതെങ്കിൽ ഇപ്പോൾ ഒരു ആങ്കർ റോൾ ആണെങ്കിൽ പോലും 150+ സ്ട്രൈറ്റ് റേറ്റൊക്കെയാണ് ഒരു ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിരാട് കോഹ്ലി നമ്മൾ ഓറഞ്ച് ക്യാപ്പിന് വേണ്ടിയിട്ട് RCB അല്ലെങ്കിൽ RCBയുടെ ഒരു പ്ലെയർ അദ്ദേഹം 2 ഓറഞ്ച് ക്യാപ്പ് ഓൾറെഡി നേടിയിട്ടുണ്ട്. ഇത്തവണയും ഓറഞ്ച് ക്യാപ്പ് പട്ടിക എടുത്താൽ അദ്ദേഹം ഫസ്റ്റ് തന്നെ നിൽക്കും. അത് മാത്രമല്ല ലാസ്റ്റ് 2 ഇയർ ആയിട്ട് നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റൊക്കെ നല്ല ഒരു അപ്ഡേഷൻ അതിൽ വരുത്തിയിട്ടുണ്ട്. മാറ്റങ്ങൾ കൃത്യമായിട്ട് സിക്സറുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യനെ സംബന്ധിച്ച് ഏറ്റവും കൺസേൺ നമ്മളെ ഒരു ആശങ്കപ്പെടുന്ന ഒരു സംഭവമാണ് അഭിഷേക് ശർമ്മയുടെ ഫോം. അഭിഷേക് ശർമ്മ കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല 2020 വേൾഡ് കപ്പിലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു IPL സീസൺ നിർണായകമാണ്. വൈഭവ് സൂര്യവംശിനെ പോലുള്ള ആളുകളൊക്കെ വെയിറ്റിംഗ് ആണ്. മോർ ദാൻ 5 കളിക്കാർ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു ഓപ്പണിംഗ് റോളിനൊക്കെ. അപ്പോൾ അഭിഷേക് ശർമ്മ കൃത്യമായിട്ട് IPL ഫോമിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. പാട്ടിദാറിൻ്റെ ക്യാപ്റ്റൻസി എടുത്ത് പറയണം. കാരണം മികച്ചൊരു ക്യാപ്റ്റൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആ ഒരു RCB 18 വർഷമായിട്ട് കാത്തിരുന്ന ഒരു കപ്പാണ് അടിച്ചു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ റോള് ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. അതുപോലെ മറുവശത്ത് ഇപ്പോൾ ഇഷാൻ കിഷൻ ഉണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ ഓറഞ്ച് ക്യാപ്പിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഓറഞ്ച് ക്യാപ്പ് നേടാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നവരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ വെറുതെ ഒരു ഓറഞ്ച് ക്യാപ്പ് അല്ലാതെ ഒരു 180+ സ്ട്രൈറ്റ് റേറ്റിലൊക്കെ ഒരു ഇന്ത്യക്കാരൻ അത് ഓറഞ്ച് ക്യാപ്പ് നേടുന്ന നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മാച്ച് എന്തായാലും ഹൈ സ്കോറിങ് മാച്ച് ആയിരിക്കും. നമുക്ക് ഇപ്പോൾ SRH ആണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഗ്രൗണ്ട് അത് പിച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 200+ പോകാനുള്ള ചാൻസാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും മികച്ചൊരു മത്സരം നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കോഹ്ലിയുടെ ഇപ്പോൾ ഏകദിനങ്ങൾ മാത്രമായിട്ട് കളിക്കുന്ന കോഹ്ലിക്ക് ഈ ഒരു IPL നിർണായകമാണ്. ഈ ഒരു IPL 2016 റിപ്പീറ്റ് ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ കളി കാണാതിരിക്കാം.